ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ചില റാൻഡംലി സെലക്റ്റഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദെയർ എക്സ്പ്ലനേഷൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ്സ് റീഡ് എ ന്യൂ സ്റ്റോറി. ലെറ്റ്സ് ഓർ ലെറ്റസ് എന്നിവയിൽ ആരംഭിക്കുന്ന സെൻറ്റൻസുകളുടെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ഷാൾ ബി ആയിരിക്കും. ലെറ്റ്സ് ഓർ ലെറ്റസ് വന്നാൽ ഷാൾ ബി, ലെറ്റ്സ് ഓർ ലെറ്റസ് വന്നാൽ ഷാൾ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹി പെയ്ഡ് ഫോർ ദ ബുക്ക് ഡാഷ് ക്യാഷ്. ആൻസർ എന്താണ്? ഇൻ. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ക്യാഷ് പേയ്മെൻറ്റിനെ സൂചിപ്പിക്കാൻ ഇൻ ഉപയോഗിക്കുന്നു. ക്യാഷ് പേയ്മെൻറ്റിനെ സൂചിപ്പിക്കാൻ ഇൻ ഉപയോഗിക്കുന്നു. ഹി പെയ്ഡ് ഫോർ ദ ബുക്ക് ഇൻ ക്യാഷ്. അടുത്ത ചോദ്യം, ഹി പെയ്ഡ് ഫോർ ദ ബുക്ക് ഡാഷ് ക്രെഡിറ്റ് കാർഡ്. ആൻസർ എന്താണ്? ബൈ. ബൈ ക്രെഡിറ്റ് കാർഡ്. പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട മാധ്യമത്തെ സൂചിപ്പിക്കാൻ ബൈ ഉപയോഗിക്കുന്നു. ബൈ ചെക്ക്, ബൈ ക്രെഡിറ്റ് കാർഡ് എന്നതാണ് ശരിയായ പ്രയോഗം. ഹി പെയ്ഡ് ഫോർ ദ ബുക്ക് ബൈ ക്രെഡിറ്റ് കാർഡ്. ക്യാഷ് പേയ്മെൻ്റ് ആണെങ്കിൽ ഇന്നും, ക്രെഡിറ്റ് കാർഡ്, ചെക്ക് എന്നിവയുള്ള മാധ്യമത്തെ സൂചിപ്പിക്കാൻ ബൈയും ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം, ഐ മെറ്റ് ഹിം ഡാഷ് ലാസ്റ്റ് സൺഡേ. ആൻസർ, നോ ആർട്ടിക്കിൾസ് വിൽ ബി യൂസ്ഡ്. അതായത് ദിവസങ്ങൾ, തീയതികൾ എന്നിവയ്ക്ക് മുമ്പിൽ ഒരു അഡ്ജക്റ്റീവ് വന്നാൽ നമ്മൾ ഒരു പ്രിപ്പോസിഷനും ഉപയോഗിക്കാൻ പാടില്ല. സോ സെൻറ്റൻസ്, ഐ മെറ്റ് ഹിം ലാസ്റ്റ് സൺഡേ. അപ്പോൾ ദിവസങ്ങൾ, തീയതികൾ എന്നിവയ്ക്ക് മുമ്പിൽ ഒരു അഡ്ജക്റ്റീവ് വന്നാൽ അതിനു മുമ്പായി നമ്മൾ ഒരു പ്രിപ്പോസിഷനും ഉപയോഗിക്കാൻ പാടില്ല. അടുത്ത ചോദ്യം, വി സെലിബ്രേറ്റ് ക്രിസ്മസ് ഡാഷ് 25th ഡിസംബർ. ആൻസർ, ഓൺ ആണ്. ദിവസങ്ങൾ, തീയതികൾ എന്നിവയ്ക്ക് മുമ്പിൽ നമ്മൾ ഓൺ ഉപയോഗിക്കുന്നു. എന്നാൽ ദിവസങ്ങൾ, തീയതികൾ എന്നിവയ്ക്ക് മുമ്പിൽ ഒരു അഡ്ജക്റ്റീവ് വരികയാണെങ്കിൽ നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കാൻ പാടില്ല. രണ്ട് റൂളും വ്യക്തമായി അറിയണം. ദിവസങ്ങൾ, തീയതികൾ എന്നിവയ്ക്ക് മുമ്പിൽ ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. അതേ സ്ഥാനത്ത് ദിവസങ്ങൾ, തീയതികൾ എന്നിവയ്ക്ക് മുമ്പിൽ ഒരു അഡ്ജക്റ്റീവ് വരികയാണെങ്കിൽ പ്രിപ്പോസിഷൻ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. മൈ ഫാദർ വർക്ക്സ് ഡാഷ് എ പ്ലാന്റേഷൻ. ആൻസർ എന്താണ്? ഓൺ. മൈ ഫാദർ വർക്ക്സ് ഓൺ എ പ്ലാന്റേഷൻ. ഒരു ബിൽഡിങ്ങിലല്ലാതെ പ്രവർത്തിക്കുന്ന, സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ സാധാരണയായി ഓൺ ഉപയോഗിക്കുക. ഓൺ എ പ്ലാന്റേഷൻ, ഓൺ എ ഫാം എന്നിവയെല്ലാമാണ് ഉദാഹരണങ്ങൾ. അപ്പോൾ മൈ ഫാദർ വർക്ക്സ് ഓൺ എ പ്ലാന്റേഷൻ, ഓൺ എ ഫാം. മൈ സിസ്റ്റർ വർക്ക്സ് ഡാഷ് ആൻ ഓഫീസ്. ആൻസർ എന്താണ്? ഇൻ ആണ്. മൈ സിസ്റ്റർ വർക്ക്സ് ഇൻ ആൻ ഓഫീസ്. ഒരു ബിൽഡിങ്ങിലായി പ്രവർത്തിക്കുന്ന, സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സൂചിപ്പിക്കാൻ നമ്മൾ ഇൻ ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം, ഷീ ഹാസ് ഡാഷ് മണി ദാൻ ഹിം. ആൻസർ എന്താണ്? ലെസ് മണി. ഷീ ഹാസ് ലെസ് മണി ദാൻ ഹിം. അൺകൗണ്ടബിൾ നൗണിനോടൊപ്പം നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ലെസ്, ലെസ്സർ എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നു. അൺകൗണ്ടബിൾ നൗണിനോടൊപ്പം കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ലെസ്, ലെസ്സർ എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം, ഐ ഹാവ് ഡാഷ് പെൻസ് ദാൻ യു. ഐ ഹാവ് ഡാഷ് പെൻസ് ദാൻ യു. ആൻസർ എന്താണ്? ഫ്യൂവർ. ഐ ഹാവ് ഫ്യൂവർ പെൻസ് ദാൻ യു. കൗണ്ടബിൾ നൗണിനോടൊപ്പം എപ്പോഴും കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ഫ്യൂവർ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം, ദ മൂവി വാസ് ഡാഷ് ഗുഡ്. ആൻസർ എന്താണ്? ഫെയർലി. ദ മൂവി വാസ് ഫെയർലി ഗുഡ്. പോസിറ്റീവ് സെൻറ്റൻസുകളോടൊപ്പം ഫെയർലി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം, ദ മൂവി വാസ് ഡാഷ് ബോറിംഗ്. ആൻസർ എന്താണ്? റാദർ. ദ മൂവി വാസ് റാദർ ബോറിംഗ്. നെഗറ്റീവ് സെൻറ്റൻസുകളോടൊപ്പം റാദർ എന്ന വാക്ക് ഉപയോഗിക്കുന്നു നമ്മൾ. പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ റിവൈസ് ചെയ്യാം.
ലെറ്റസ് വന്നാൽ ക്വസ്റ്റ്യൻ ടാഗായി ഷാൾ ബി ഉപയോഗിക്കണം. ഇൻ ക്യാഷ് പേയ്മെന്റ്, ഇൻ ക്യാഷ്, ബൈ ക്രെഡിറ്റ് കാർഡ് ഓർ ബൈ ചെക്ക്. ലാസ്റ്റ് സൺഡേ വന്നാൽ ആർട്ടിക്കിൾ അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ദിവസങ്ങൾ, ഡേറ്റുകൾ എന്നിവയ്ക്ക് മുമ്പിൽ ഒരു അഡ്ജക്റ്റീവ് വന്നാൽ ആർട്ടിക്കിളോ പ്രിപ്പോസിഷനോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. അതേ സ്ഥാനത്ത് ദിവസങ്ങളും ഡേറ്റുകളും വന്നാൽ ഏത് പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം? ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം. ഒരു ബിൽഡിങ്ങിലല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനെ സൂചിപ്പിക്കാനായി ഓൺ ഉപയോഗിക്കുന്നു. ഓൺ എ പ്ലാന്റേഷൻ, ഓൺ എ ഫാം ലാൻഡ് എന്നെല്ലാം ഉപയോഗിക്കുന്നു. അതേ സ്ഥാനത്ത് ഒരു ബിൽഡിങ്ങിലായി പ്രവർത്തിക്കുന്ന സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സൂചിപ്പിക്കാൻ ഇൻ ഉപയോഗിക്കുന്നു. ഇൻ ആൻ ഓഫീസ് എന്ന് ഉപയോഗിക്കുന്നു. അടുത്തതായി അൺകൗണ്ടബിൾ നൗണിനോടൊപ്പം കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ലെസ്, ലെസ്സർ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ഷി ഹാസ് ലെസ് മണി ദാൻ ഹിം. എന്നാൽ കൗണ്ടബിൾ നൗണിനോടൊപ്പം കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ഫ്യൂവർ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ഫ്യൂവർ പെൻസ് എന്നുപയോഗിക്കുന്നു. അടുത്തതായി ദ മൂവി വാസ് ഫെയർലി ഗുഡ്. ഗുഡ് പോസിറ്റീവ് എന്ന അർത്ഥത്തെ സൂചിപ്പിക്കാൻ ഫെയർലി ഉപയോഗിക്കുന്നു. ദ മൂവി വാസ് റാദർ ബോറിംഗ്. ദ മൂവി വാസ് റാദർ ബാഡ്. നെഗറ്റീവ് എന്ന വാക്കിനെ ഉപയോഗിക്കാൻ റാദർ ഉപയോഗിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.